നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പാർട്ടി ഫോറത്തിൽ അംഗങ്ങൾക്ക് നേതൃത്വത്തിനെതിരെ വിമർശിക്കാമെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെ പരസ്യ പ്രതികരണം അനുവദിക്കില്ലെന്നും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി. തോൽവിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങൾക്ക് ജില്ലാ സെക്രട്ടറിയുടെ മറുപടി. ജില്ലാ കമ്മിറ്റിയിൽ പൊട്ടിത്തെറി എന്ന രൂപത്തിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും EN സുരേഷ് ബാബു. മുഖ്യമന്ത്രി EK നായനാരുടെ സ്മരണ ഉയർത്തിയ നാട്. EK നായനാർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ആശയും ആവേശവുമായിരുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വിദ്യാർത്ഥിയായിരിക്കെ സ്വാതന്ത്ര്യ സമരത്തിനിറങ്ങിയ നായനാർ മരണം വരെ പോരാളിയായിരുന്നുവെന്നും CPM ജില്ലാ സെക്രട്ടറി. ജാതി അധിക്ഷേപം നടത്തുന്നത് പൊതുജന മധ്യത്തിലാണെങ്കിൽ മാത്രമേ SC/ST വിഭാഗക്കാർക്കെതിരായ അതിക്രമം തടയാൻ നിയമപ്രകാരം കേസെടുക്കാനാകൂ എന്ന സുപ്രീം കോടതിയുടെ പുതിയ വിധി അത്യന്തം ആശങ്കാജനകമാണെന്ന് പട്ടികജാതി ക്ഷേമ സമിതി. സാക്ഷികൾ ഒന്നുമില്ലാത്ത സ്വകാര്യ ഇടത്താണ് അധിക്ഷേപമെങ്കിൽ കേസെടുക്കാനാകില്ലെന്ന ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്രയുടെയും NV അൻഗോരിയും ഉൾപ്പെടെ സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരണമെന്നും PKS. അതിജീവിതയെ റിസോർട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സ്വർണം കവർന്ന കേസിൽ കവർച്ച മോഷണമാക്കി നിരവധി ക്രിമിനൽ കേസിൽ പിടിയിലായ കുട്ടിച്ചാത്തൻ ഫിജോ റിമാൻഡിൽ. കുട്ടിച്ചാത്തൻ ഫിജോയെ അറസ്റ്റ് ചെയ്ത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. ഷൊർണൂർ ഗുരുവായൂരപ്പൻ നഗറിൽ അടച്ചിട്ട വീടിന്റെ പൂട്ട് തകർത്ത് പണവും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും മോഷ്ടിച്ച കേസിലെ പ്രധാന പ്രതി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് കോയമ്പത്തൂർ മേട്ടുപാളയം സ്വദേശി നടരാജൻ. സംഭവത്തിൽ 3 പേർ നേരത്തെ പിടിയിലായിരുന്നു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. കോയമ്പത്തൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുകയായിരുന്ന കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചറിൽ നിന്നാണ് 14 കിലോ കഞ്ചാവ് പിടികൂടിയത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലും കഞ്ചാവ് വേട്ട. എക്സൈസ് കോഡും പാലക്കാട് RPFും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 1.5 ലക്ഷം രൂപ വില വരുന്ന 2.2 കിലോ കഞ്ചാവ് പിടികൂടി. വാർത്തകൾ വിശദമായി. പാർട്ടി ഫോറത്തിൽ അംഗങ്ങൾക്ക് നേതൃത്വത്തിനെതിരെ വിമർശിക്കാമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെ പരസ്യ പ്രതികരണം അനുവദിക്കില്ലെന്നും സുരേഷ് ബാബു വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു EN സുരേഷ് ബാബു. ജില്ലാ കമ്മിറ്റിയിൽ പൊട്ടിത്തെറി എന്ന രൂപത്തിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും EN സുരേഷ് ബാബു പാലക്കാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടി അംഗങ്ങൾക്ക് പാർട്ടി ഫോറത്തിൽ ഇരുന്ന് നേതാക്കളെ വിമർശിക്കാൻ അവകാശമുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തി വിമർശിക്കുന്നത് സംഘടനാ രീതിയല്ല. നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം നടത്തിയത് പാർട്ടി പരിശോധിക്കും. ചിറ്റൂർ, തൃത്താല, കോങ്ങാട് മണ്ഡലങ്ങളിലെ തോൽവി പ്രതീക്ഷിച്ചതല്ല. ഇവിടങ്ങളിലെ തോൽവി പാർട്ടി വിശദമായി പരിശോധിക്കും. CPIM പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത് വിവാദമായിരുന്നു. പ്രശ്നപരിഹാരത്തിൻ്റെ ഭാഗമായി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ A വിജയരാഘവൻ, KS അലീഖ എന്നിവർ അബ്ദുൾ ഷുക്കൂറുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയിലും അബ്ദുൾ ഷുക്കൂർ പാർട്ടി ജില്ലാ നേതൃത്വത്തിനെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. ഞങ്ങൾ തോറ്റത്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് 3 മണ്ഡലങ്ങളാണല്ലോ. കോങ്ങാട്, തൃത്താല, അതുപോലെ ചിറ്റൂർ. ഈ 3 മണ്ഡലങ്ങളിലെ തോൽവിയും നല്ല നിലയ്ക്ക് പരിശോധന നടത്തും. എവിടെയാണ് ഞങ്ങൾക്ക് ഇതിലെ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത്, ആ വീഴ്ച എങ്ങനെ വന്നു എന്നുള്ളത് വസ്തുതാപരമായി ഓരോ ബൂത്തുകളിലും ഞങ്ങൾ പരിശോധന നടത്തും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പരിശോധിക്കേണ്ട കാര്യം ഒന്നേ ഉള്ളൂ. അതെൻ്റെ പാർട്ടിപരമായി സംഘടനാപരമല്ലാത്ത എന്തെങ്കിലും കാര്യം ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരിശോധിച്ചാൽ അത്തരത്തിൽ ഒരു കാര്യം ചെയ്തു, അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ തിരുത്തണമെന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള അവകാശവാദം അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അവര് പറയുന്ന കാര്യം അത് പുച്ഛത്തോടു കൂടി തള്ളുന്നതല്ല. മനസ്സിലായി, അയാളുടെ ഒരു കാഴ്ചപ്പാടിൽ അയാൾക്കത് തോന്നിയിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ് തോന്നിയത് അയാളോടാണ് ചോദിക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. EK നായനാർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ആശയവും ആവേശവുമായിരുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. വിദ്യാർത്ഥിയായിരിക്കെ സ്വാതന്ത്ര്യ സമരത്തിനിറങ്ങിയ നായനാർ മരണം വരെ പോരാളിയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. EK നായനാരുടെ 24ാമത് ചരമദിനാചരണം പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു EN സുരേഷ് ബാബു. ദേശീയ പ്രസ്ഥാനത്തിലൂടെ കോൺഗ്രസിലെത്തിയ നായനാർ പിന്നീട് കമ്മ്യൂണിസ്റ്റ് മുന്നണി പോരാളിയാകുകയായിരുന്നു. കൃഷ്ണപിള്ള നേതൃത്വം കൊടുത്ത ബാലസംഘത്തിൻ്റെ കല്യാശ്ശേരി യൂണിറ്റ് പ്രസിഡന്റായതോടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരകനായി മാറി. AKG കൃഷ്ണപിള്ള തുടങ്ങിയ മുൻനിര നേതാക്കളുടെ ശൂന്യത നികത്തിയത് EK നായനാരാണ്. പാർട്ടി രംഗത്തും ഭരണരംഗത്തും അധികാരങ്ങൾ കൈയാളിയ നായനാർ കമ്മ്യൂണിസ്റ്റ് ശൈലിയെ ചേർത്ത് പിടിച്ചു. പാർട്ടിക്കുണ്ടാകുന്ന താൽക്കാലിക പ്രതിസന്ധികൾ മറികടക്കാൻ EK നായനാരെ പോലുള്ള മുന്നണി പോരാളികൾ എന്നും ആവേശമാണെന്നും സുരേഷ് ബാബു പറഞ്ഞു.
അദ്ദേഹത്തിൻ്റെ അനുസ്മരണം ഇപ്പോൾ നടത്തുമ്പോൾ 2004 അദ്ദേഹം നമ്മെ വിട്ട് പിരിയുന്നത്, മെയ് മാസം. വോട്ടെടുപ്പ് കഴിഞ്ഞ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, സഖാവ് നായനാർ നമ്മെ വിട്ട് വിടവാങ്ങുന്നു. ദേശാഭിമാനിയുടെ പത്രാധിപരായിരുന്നു, ചിന്തയുടെ പത്രാധിപരായിരുന്നു. ദേശാഭിമാനി പത്രത്തെ ജീവവായു പോലെ കൊണ്ടു നടന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. ഏറ്റവും അവസാനം വായിച്ച ദേശാഭിമാനി പത്രം എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ ശരീരത്തിനോടൊപ്പം ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. അത്തരത്തിൽ ഏവർക്കും ജീവിതകാലത്ത് ആവേശം പകരുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചാഞ്ചാട്ടമില്ലാതെ അചഞ്ചലതയോടുകൂടി നയിക്കുകയും ചെയ്യാൻ ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിക്ക് കഴിഞ്ഞു. MLA പ്രേംകുമാർ, CPM ജില്ലാ കമ്മിറ്റി അംഗം TK നൌഷാദ്, ഏരിയ സെക്രട്ടറി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജാതി അധിക്ഷേപം നടത്തുന്നത് പൊതുജന മധ്യത്തിലാണെങ്കിൽ മാത്രമേ SC/ST വിഭാഗക്കാർക്കെതിരായ അതിക്രമം തടയാൻ നിയമപ്രകാരം കേസെടുക്കാനാവൂ എന്ന സുപ്രീം കോടതിയുടെ പുതിയ വിധി അത്യന്തം ആശങ്കാജനകമാണെന്ന് പട്ടികജാതി ക്ഷേമ സമിതി. സാക്ഷികൾ ഒന്നുമില്ലാത്ത സ്വകാര്യയിടത്താണ് അധിക്ഷേപമെങ്കിൽ കേസെടുക്കാനാകില്ലെന്ന ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിത്രയും NV അൻഷാരിയും ഉൾപ്പെടുന്ന സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് സംഘടന ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ദളിത് സംഘടനകളും പട്ടികജാതി ക്ഷേമ സമിതി ഉൾപ്പെടെ നടത്തിയിട്ടുള്ളതാണ്. ഈ അവസാനമായി വന്ന വിധി എന്ന് പറയുന്നത് ഇവിടെ ഓരോ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അധിക്ഷേപിക്കുന്നത് പൊതുവിടങ്ങളിലാണ്, അല്ലെങ്കിൽ അതിനെല്ലാം കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നതിൽ മാത്രമാണ് അതിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഇനി അതിന് സാക്ഷികളുണ്ടെങ്കിലും അതിന് സാക്ഷികളില്ലാതാക്കി. പ്രതിഷേധയോഗം PKS ജില്ലാ സെക്രട്ടറി OV സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി M ഉണ്ണികൃഷ്ണൻ, ഏരിയ പ്രസിഡന്റ് K കൃഷ്ണദാസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ S ശിവരാമൻ, ജയപ്രകാശ്, ഒറ്റപ്പാലം ലോക്കൽ സെക്രട്ടറി സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അതിജീവിതയെ റിസോർട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സ്വർണം കവർന്ന കേസിൽ കവർച്ച, മോഷണം അടക്കം നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ കുട്ടിച്ചാത്തൻ ഫിജോ റിമാൻഡിൽ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഷൊർണൂർ ഗുരുവായൂരപ്പൻ നഗറിൽ അടച്ചിട്ട വീടിൻ്റെ പൂട്ട് തകർത്ത് പണവും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടറും മോഷ്ടിച്ച കേസിലെ പ്രധാന പ്രതി ഷൊർണൂർ പോലീസിൻ്റെ പിടിയിൽ. കോയമ്പത്തൂർ മേട്ടുപാളയം സ്വദേശി നടരാജനാണ് അറസ്റ്റിലായത്. കേസിൽ നേരത്തെ 3 പ്രതികൾ അറസ്റ്റിലായിരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 16-നാണ് മോഷണം നടന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 16-നാണ് കുളപ്പള്ളി ഗുരുവായൂരപ്പൻ നഗറിലെ അടച്ചിട്ടിരുന്ന വീടിൻ്റെ പൂട്ട് തകർത്ത് അകത്തു കയറിയ പ്രതികൾ അലമാറയിൽ സൂക്ഷിച്ചിരുന്ന പണവും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന 2008 മോഡൽ ഹോണ്ട ആക്ടിവ സ്കൂട്ടറും മോഷ്ടിച്ചത്. കേസിൽ അറസ്റ്റിലായ മറ്റു പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസിലെ പ്രധാന പ്രതിയായ നടരാജനിലേക്ക് എത്തിയത്. മോഷണം നടത്തിയ ശേഷം ഇയാൾ ബാംഗ്ലൂരിലേക്ക് കടന്നുകളയുകയാണ് രീതി. പോലീസ് പിന്തുടരാതിരിക്കാൻ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല. പ്രതിക്കായുള്ള അന്വേഷണത്തിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ മേട്ടുപാളത്തിൽ നിന്നും ഇയാളെ അതിസാഹസ്യമായി പിടികൂടിയത്. ദിവസങ്ങൾക്ക് മുൻപ് പ്രതി കാസർഗോഡ് ബേക്കൽ ഭാഗത്തു നിന്നും 45 പവൻ സ്വർണവും 35,000 രൂപയും മോഷണം നടത്തിയതായും പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. കേസിൽ മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശികളായ അബ്ദുൽ സലാം, സുഹൈൽ, കാസർഗോഡ് ആലങ്കൊമ്പ് കൊപ്പറപ്പറമ്പിൽ KP സിദ്ദിഖിനെയും നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ അറസ്റ്റിലായ നടരാജന് പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, തൃശൂർ എന്നീ ജില്ലകളിലും കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലുമായി 30-ലധികം കേസുകളുണ്ട്. ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം DYSP സാജു K എബ്രഹാം, CIP വിഷ്ണു, SI KP അശ്വിൻ, SIമാരായ ബിനോയ് കുര്യാക്കോസ്, ബാബുരാജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ T സജീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സുജി ശേഖർ, ഡിൻഡു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. എക്സൈസ് സ്ക്വാഡും RPFും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ
1.5 ലക്ഷം രൂപ വില വരുന്ന 2.2 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. കോയമ്പത്തൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുകയായിരുന്ന കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചറിൽ നിന്നാണ് 14 കിലോ കഞ്ചാവ് പിടികൂടിയത്. ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചറിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ സീറ്റിനടിയിൽ ബാഗിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെടുത്തത്. ബാഗിനുള്ളിൽ 7 പൊതികളായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. റെയിൽവേ പോലീസിന്റെ പരിശോധന മനസ്സിലാക്കിയ പ്രതി കഞ്ചാവ് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാകാം എന്നാണ് പോലീസ് പറയുന്നത്. 14 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിലും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്ന് അനിൽ മാത്യു അറിയിച്ചു. ഇതിനു മുൻപും ഷൊർണൂരിലെത്തുന്ന ട്രെയിനുകളിൽ നിന്ന് പലതവണകളായി കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്ത് കാരക്കാട് പ്രദേശത്തെ ക്വാറി ആരംഭിക്കുന്നുള്ള പാരിസ്ഥിതിക അനുമതിയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുന്നതിനായി യോഗം ചേർന്നു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. 23 പേരുടെ അഭിപ്രായങ്ങൾ കേട്ടു. ഭൂരിഭാഗം പേരും അനുമതി നൽകരുതെന്ന വാദമുയർത്തി. വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി 5 ദിവസത്തിനകം തിരുവനന്തപുരത്തെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുമെന്ന് ചീഫ് എൻവയോൺമെൻറ്റ് എഞ്ചിനീയർ KS വിനയ പറഞ്ഞു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാട് പ്രദേശത്തെ സ്വകാര്യ വ്യക്തി ക്വാറി ആരംഭിക്കുന്നതിനായി പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിനായാണ് ചൊവ്വാഴ്ച രാവിലെ വാടാങ്കുഷിയിലെ ബ്ലൂ ഡയമണ്ട് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ യോഗം ചേർന്നത്. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് K സുനിൽകുമാറിന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. പ്രാരംഭത്തിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പദ്ധതി വക്താവ് വിഷയം അവതരിപ്പിച്ചു. 500 മീറ്ററിനുള്ളിൽ മറ്റ് ക്വാറികൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് ക്വാറികൾ ഉള്ളതുകൊണ്ട് പദ്ധതി B1 കാറ്റഗറിയായി കൺസിഡർ ചെയ്യുകയും അതിന് ഒരു പാരിസ്ഥിതിക ആഘാത പഠനം ആവശ്യമായി വരികയും അതിനോടനുബന്ധിച്ചുള്ള പരിസ്ഥിതി ആഘാത പഠനമാണ് ഇവിടെ നടക്കുന്നത്. പദ്ധതിയുടെ EIA നടത്തിയിട്ടുള്ളത്, EIA കണ്ടക്ട് ചെയ്തിട്ടുള്ളത് NABET QC അപ്രൂവ്ഡ് ആയിട്ടുള്ള പരിവേഷ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് സർവീസസ് എന്നൊരു സ്ഥാപനമാണ്. പദ്ധതിയുടെ ശാസ്ത്രീയമായ മൈനിങ് പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ശ്രീ VK റോയി എന്ന RQP ആണ്. പിന്നീട് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടി 23 പേർ അഭിപ്രായങ്ങൾ പറഞ്ഞു. 2-3 പേർ പദ്ധതിക്ക് അനുകൂലിച്ച് സംസാരിച്ചു. ബാക്കിയുള്ള ഭൂരിഭാഗം പേരും പദ്ധതിക്ക് അനുമതി നൽകരുതെന്ന വാദവുമായി എതിർ അഭിപ്രായം ഉന്നയിച്ചു. പൊതുവികാരത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ നാട്ടുകാർക്കുള്ള ആശങ്ക അത് ഓരോരുത്തർ പറയും. അതിന് തുടക്കം കുറിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളത് ജനവാസ മേഖലകളിൽ നിന്ന് മാറ്റി ഞങ്ങളെ നാടിനും നാട്ടുകാർക്കും ആശങ്കയില്ലാത്ത തരത്തിൽ, ഭീഷണിയില്ലാത്ത തരത്തിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആ വഴിക്കൂടെയും ഈ ക്വാറിയിലേക്ക് പോവാം, അതല്ലാന്നുണ്ടെങ്കിൽ വില്ലേജിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടും പോവാം. അപ്പോൾ അത് ഏത് വഴിക്കൂടെയാണ് ഇതിന് റോഡ് കാണിച്ചിട്ടുള്ളതെന്നും ഒന്നറിയാനുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ വാർഡിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഈ ക്വാറിയായിട്ടും ഇവിടുന്ന് പോണ വാഹനങ്ങളായിട്ടും ബുദ്ധിമുട്ടിയിട്ടുള്ള ആളുകളാണ്. ഈ ക്വാറി തുടങ്ങിയാലുള്ള ബുദ്ധിമുട്ട് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവർ കാരണവശി വില്ലേജിൻ്റെ അവിടെ നിന്ന് വന്ന് നോക്കിയാൽ മതി. എങ്ങനെയാണ് ഒരു ക്വാറി ഒരു നാടിന് നല്ലതാവുന്നത് ഒന്ന് പറഞ്ഞു തരും. എങ്ങനെയാണ് അറിയായിട്ട് ചോദിക്കുകയാണ്. ഒരു ക്വാറി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു നാടിന് ആപത്തായിട്ട് മാറുന്നതാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടാകുമ്പോൾ സർക്കാർ 4 ക്വാറികളാണ് നിർത്തലാക്കിയത്. എന്തുകൊണ്ട് നിർത്തലാക്കി? ജനങ്ങൾക്കുണ്ടായ ആശങ്കകൾ പരിഹരിക്കാൻ അധികൃതർ ശ്രമിക്കണമെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന തരത്തിലുള്ള ഒരു പദ്ധതിക്കും പഞ്ചായത്ത് ഭരണസമിതി കൂട്ടുനിൽക്കില്ലെന്നും പ്രസിഡന്റ് PP വിജയനും യോഗത്തെ അറിയിച്ചു. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ വിശദമായി കേട്ടു. വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി 5 ദിവസത്തിനകം തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റിക്ക് കൈമാറുമെന്ന് ചീഫ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ KS വിനയ പറഞ്ഞു. അവരാണ് പാരിസ്ഥിതിക അനുമതി നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതെന്നും വിനയ പറഞ്ഞു. യോഗത്തിൽ ADA K സുനിൽകുമാർ, KS വിനയ, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ B സുചിത്ര എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മണ്ണിടിച്ചിലുണ്ടായ ഈസ്റ്റൊറ്റപ്പാലം പാലത്തിൻ്റെ ഇരുവശത്തെയും സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തി. ഇതോടെ നിലവിലുള്ള ഗതാഗത നിയന്ത്രണം പൂർണ്ണമായും പിൻവലിച്ചു. പടിഞ്ഞാറ് ഭാഗത്തെ പണി പൂർത്തിയായതോടെ ഭിത്തി ബലപ്പെടുത്താനുള്ള സമയം കണക്കിലാക്കിയാണ് നിലവിലുള്ള ഗതാഗത നിയന്ത്രണം പൂർണ്ണമായും പിൻവലിക്കാൻ സാധിച്ചതെന്ന് പൊതുമരാമത്ത് പാലം വിഭാഗം അധികൃതർ അറിയിച്ചു.
കഴിഞ്ഞ ഏപ്രിൽ 25-നാണ് പാലത്തിൻ്റെ കിഴക്കുഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് ഇവിടെ ഭിത്തി നിർമ്മിച്ച മണ്ണ് നിറയ്ക്കൽ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. തുടർന്ന് മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ടായിരുന്ന പടിഞ്ഞാറ് ഭാഗത്തും ആശങ്കകൾക്കൊടുവിൽ വിജയകരമായി നിർമ്മാണം പൂർത്തിയാക്കി. ഇവിടെ നിലവിൽ മണ്ണ് നിറയ്ക്കുന്ന ജോലികളാണ് പുരോഗമിക്കുന്നത്. നിലവിൽ ഒറ്റപ്പാലം ടൗണിലേക്ക് പ്രവേശിക്കേണ്ടതില്ലാത്ത വാഹനങ്ങൾ മംഗലം, മുരുക്കുംപറ്റ, വരോട്, കോതകൃഷി, വാണിയംകുളം വഴി ചുറ്റിയാണ് സർവീസ് നടത്തുന്നത്. നിയന്ത്രണം ഏർപ്പെടുത്തിയ ആദ്യ ദിവസത്തിൽ റൂട്ട് മാറ്റം കൃത്യമായി നടപ്പാക്കാത്തത് വലിയ ഗതാഗതക്കുരുക്കിന് കാരണമായിരുന്നു. എന്നാൽ പിന്നീട് പോലീസും അധികൃതരും കൃത്യമായ ഇടപെടലുകൾ നടത്തി രംഗത്തിറങ്ങിയതോടെ കുരുക്ക് വൻതോതിൽ ഒഴിവാക്കാൻ സാധിച്ചു. മഴക്കാലം ശക്തമാകുന്നതിന് മുൻപ് പാലത്തിൻ്റെ മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് തീർക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് ലക്ഷ്യമിടുന്നത്. ജൂൺ പകുതിയോടെ ഇതിനുള്ള പണികൾ തീർക്കുമെങ്കിലും അപ്രോച്ച് റോഡ് ഉൾപ്പെടെയുള്ള അനുബന്ധ ജോലികൾ പൂർത്തിയാക്കാൻ കാലവർഷം കഴിയേണ്ടി വരും. പാലം വരുന്നതോടെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നിരത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് NKNTU പെൻഷനേഴ്സ് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കോങ്ങാട് വെച്ച് നടന്ന ജില്ലാ കൺവെൻഷൻ INTUC ജില്ലാ പ്രസിഡന്റ് SK ആനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കേണ്ടത് അത് ഔദാര്യമല്ല, അവകാശമാണ്. ആ ക്ഷേമനിധി ബോർഡുകൾക്ക് ഒട്ടനവധി കാശ് തിരുമറി ചെയ്തിട്ട് നമ്മുടെ പിണറായി സർക്കാർ തൊഴിലാളികളുടെ ഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി വെച്ച പണം തിരുമറി ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോ വരുന്ന ആളുകളെ നമ്മുടെ UDF സർക്കാരിന്റെ VD സതീശന്റെ നേതൃത്വത്തിൽ ഇതിനൊക്കെ ഒരു അവലോകനം നടത്തുകയും ഇതിന്റെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് പൂർവ്വകാലമായി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായ എല്ലാ നേട്ടങ്ങളും തുടർന്ന് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനമായിട്ട് മുന്നോട്ട് ഭാഷാവൽക്കരണം നടക്കുന്നുണ്ട്. പത്രത്തിലെത്താം. ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് N മുരളീധരൻ ബോധവൽക്കരണ ക്ലാസ്സിലെത്തും. ജില്ലാ ജനറൽ സെക്രട്ടറി VN കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. NKNTU സംസ്ഥാന പ്രസിഡന്റ് KA ബാലകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി A മനോജ്, സുധീർ കുമാർ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി TA സഹദേവൻ, MP ശോഭന എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ NSP സ്കോളർഷിപ്പ് നേടിയ ഹർഷയെ ഉപഹാരം നൽകി ആദരിച്ചു. നിർമ്മാണ തൊഴിലാളി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്നും എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ വിതരണം ചെയ്യണമെന്നും കിടപ്പ് രോഗികൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി മുഖേന പെൻഷൻ നൽകണമെന്നും കൺവെൻഷൻ UDF സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ പ്രധാന പാതയായ പുളിയങ്കാട് റോഡിൻ്റെ അരുകുവശത്ത് മണ്ണൊലിച്ചു പോയി ഗർത്തം രൂപപ്പെട്ട് വാഹനക്കാർക്ക് ഭീഷണിയാകുന്നു. മഴ പെയ്താൽ ഗർത്തത്തിൻ്റെ വലിപ്പം കൂടുമെന്നും ഇത് തൊട്ടടുത്തുള്ള പാലത്തിന് ഭീഷണിയാകുമെന്നും ഭാരം കയറ്റി പോകുന്ന വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത് നിയന്ത്രിക്കണമെന്നും DCC സെക്രട്ടറിയും വാർഡ് മെമ്പറുമായ CN ശിവദാസ് ആവശ്യപ്പെട്ടു. റോഡരികിലെ അപകടകരമായ നിലയിലുള്ള ഗർത്തം കോൺക്രീറ്റ് മിശ്രിതം ചേർത്ത് തൂർത്ത് നേരെയാക്കി വാഹന ഗതാഗതം സുരക്ഷിതമാക്കണമെന്ന് വാർഡ് മെമ്പർ ശോഭ വാസുദേവൻ പറഞ്ഞു. സുരക്ഷാ ഭീഷണി സംബന്ധിച്ച മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് ഭരണസമിതിക്ക് പരാതി നൽകി. വാർഡ് മെമ്പർമാരും കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളുമായ TV രാമദാസ്, TU മുരളീകൃഷ്ണൻ, VM രാജേഷ്, കുന്നത്ത് രവീന്ദ്രൻ തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്ത് ഉടൻ നടപടികൾ സ്വീകരിക്കണമെന്ന് DCC സെക്രട്ടറി ശിവദാസ് ആവശ്യപ്പെട്ടു. 5-ാം വാർഡ് പുളിയങ്കാടിലേക്ക് പോകുന്ന മെയിൻ റോഡാണ്. ഈ മെയിൻ പാതയിൽ ആരംഭിക്കുന്ന മാഞ്ചേരിക്കാവ് പ്രദേശത്തിന് താഴെ കുറവത്തൊടി കഴിഞ്ഞ് ഉള്ള പ്രധാന കൾവർട്ട്, ആ കൾവർട്ടിന് സമീപം പോകുന്ന കാരാണി തോടിൻ്റെ ഭാഗത്ത് റോഡിൻ്റെ സൈഡ് ഇടിഞ്ഞ് വലിയ ഓവായി, അതൊരു തുരങ്കമായി, ഒരു ഗർത്തമായി രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് വാഹന ഗതാഗതത്തിനും കാൽനട യാത്രയ്ക്കും ദുഷ്കരമാകുന്ന രീതിയിലും വലിയ അപകടങ്ങൾക്ക് സാധ്യതയുള്ള വിധത്തിലുമാണ് ഈ ഇപ്പോഴത്തെ സ്ഥിതി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മഴക്കാലപൂർവ്വ ശുചിത്വ ക്യാമ്പയിൻ്റെ ഭാഗമായി കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വീടുകളിൽ കയറി വളരെയധികം കൃത്യമായും വൃത്തിയായും സമയബന്ധിതമായും ഉള്ള പരിശോധനയുടെ ഭാഗമായി മറ്റു പഞ്ചായത്തുകളിൽ നിന്നെല്ലാം അപേക്ഷിച്ച് കേരളശ്ശേരി പഞ്ചായത്തിലെ അത്ര വലിയ മാരക രോഗങ്ങളോ മഴയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റ് മഹാമാരിയുമായി ബന്ധപ്പെട്ട് വലിയ അസുഖങ്ങളോ ഒന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഇടയാക്കാത്ത ഒരു പഞ്ചായത്താണ് കേരളശ്ശേരി പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു.
കേരളശ്ശേരി മുതൽ തടുക്കശ്ശേരി വരെയും വടശ്ശേരി വരെയും പൊതുസ്ഥല ശുചീകരണ പരിപാടികൾക്ക് ഗ്രാമപഞ്ചായത്ത് നേതൃത്വം നൽകി. ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ആശാ, അംഗൻവാടി വർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതസേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, വ്യാപാരി വ്യവസായി, ഓട്ടോ ടാക്സി തൊഴിലാളികൾ തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമാമുരളി സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സുഭാഷ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലത എന്നിവർ ആശംസകൾ അറിയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ AK സുരേഷ് പൊതുസ്ഥല ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് നന്ദി അറിയിച്ചു. ഞായറാഴ്ച ദിവസങ്ങളിൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ വാർഡ് തല ശുചിത്വ ആരോഗ്യ സമിതികളുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശന പരിപാടികൾ ഊർജിതമാക്കി ഉറവിട മലിനീകരണം, ക്ലോറിനേഷൻ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തുമെന്നും ഓടകളുടെ ശുചീകരണം നടത്തുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ അറിയിച്ചു. മഴക്കാലത്തിന് മുന്നോടിയായി വിവിധ വിഭാഗം ആളുകളുടെ വ്യാപാരി വ്യവസായി, തട്ടുകട, കുടിവെള്ള പദ്ധതി തുടങ്ങിയവരുടെ യോഗങ്ങൾ നടത്തിയതായും വാർഡ് തലത്തിൽ റബ്ബർ തോട്ടം ഉടമകളുടെ യോഗങ്ങൾ ഉടനടി വിളിച്ചു ചേർക്കുമെന്നും അറിയിച്ചു. മാലിന്യങ്ങൾ പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയുന്നവർക്കെതിരെയും ദ്രവമാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുക്കിവിടുന്നവർക്കെതിരെയും ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാത്ത വിഷയം ചർച്ച ചെയ്യുന്നതിനും ഷൊർണൂരിൽ ഓട്ടോ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി ഷൊർണൂർ നഗരസഭയിൽ വീണ്ടും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേരും. മെയ് 20 ബുധനാഴ്ച പ്രത്യേക യോഗങ്ങളായാണ് ചേരുക. രാവിലെ 10:30 ബസ് ഓണേഴ്സ് സംഘടനകൾ, മോട്ടോർ വാഹന വകുപ്പ് അധികാരികളുമായി യോഗം ചേരും. ഉച്ചയ്ക്ക് 12 ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ നേതാക്കൾ, തൊഴിലാളികൾ, മോട്ടോർ വാഹന വകുപ്പ് അധികാരികളുമായി പ്രത്യേക യോഗം ചേരും. ഇക്കഴിഞ്ഞ 13 നഗരസഭയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ അന്തിമ തീരുമാനമാവാത്തതിനെ തുടർന്നാണ് വീണ്ടും യോഗം ചേരുന്നത്. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല, വൈസ് ചെയർമാൻ VK അനുരാജ് തുടങ്ങിയവരും പങ്കെടുക്കും. ഷൊർണൂർ കാരക്കാട് ജീവിത ചാരിറ്റബിൾ സൊസൈറ്റി 16ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ജീവിത ചാരിറ്റബിൾ സൊസൈറ്റി ഏറ്റെടുത്തിരിക്കുകയാണ്. 35ഓളം വരുന്ന ആളുകൾക്ക്, അത് ഷൊർണൂരിൽ മാത്രം അല്ല ജീവിതയുടെ ഒരു പ്രവർത്തനം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. തൊട്ടടുത്ത പഞ്ചായത്തായിട്ടുള്ള വാണിയംകുളത്തിലെ പോലും നിർധനരായ ആളുകൾക്ക് പെൻഷൻ നൽകുന്നുള്ളത് വളരെയധികം ഒരു നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ്. ജീവിതയ്ക്ക് ലഭിക്കുന്ന സഹായത്തിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. സുമനസ്സുകളായുള്ളവരുടെ സഹായം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് ജീവിത ക്ലബ്ബ് പ്രവർത്തിച്ചു വരുന്നത്. സൊസൈറ്റി ചെയർപേഴ്സൺ KV സംയുക്ത അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ചേത്തലമന നീലകണ്ഠൻ മുഖ്യാതിഥിയായി. വാർഡ് കൗൺസിലർ CK സൗമ്യ, KM ശാന്ത, പ്രജാപതി, കലാമണ്ഡലം ബലരാമൻ, പ്രവീൺ കുഞ്ഞൂസ്, OV ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഉഷാദേവി സ്വാഗതവും സംഗീത ശിവദാസ് നന്ദിയും പറഞ്ഞു. വേദപണ്ഡിതനും സാമൂഹിക പ്രവർത്തകനും ലോകമാന്യ തിലക സംസ്കൃതി പുരസ്കാര ജേതാവുമായ പ്രൊഫസർ നീലകണ്ഠൻ തന്ത്ര സമുച്ചയം എന്ന സംസ്കൃത ഗ്രന്ഥത്തെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും നാരായണത്തിൻ്റെ വ്യാഖ്യാനവും നിർവഹിച്ചു. സംസ്കൃത ഗ്രന്ഥകർത്താവായ KM ശാന്തി ടീച്ചർ, ആത്മീയ വിദ്യാഭ്യാസ രംഗത്ത് സേവനം അർപ്പിച്ചു വരുന്ന പ്രഭാവതി ടീച്ചർ, മൃദംഗ പരിശീലന രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന കലാമണ്ഡലം ബലരാമൻ, നിരവധി കായിക പ്രതികളെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന ഫിഫ അംഗീകൃത ഫുട്ബോൾ പരിശീലകൻ പ്രവീൺ കുഞ്ഞുമോൻ എന്നീ മഹത് വ്യക്തികളെ ആദരപത്രം നൽകി ചടങ്ങിൽ ആദരിച്ചു. ഫ്ലവേഴ്സ് ചാനൽ മ്യൂസിക്കൽ 5 ഗ്രാൻഡ് ഫിനാലയിൽ ഫസ്റ്റ് റണ്ണറപ്പായി തിരഞ്ഞെടുത്ത രേഷ്മ സന്ദീപ്, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളുടെ സ്മരണയ്ക്കായി കവളപ്പാറ കലാസാഗർ ഏർപ്പെടുത്തിയ അവാർഡിനർഹമായ KV രാമചന്ദ്രൻ, 65ാമത്തെ ശബരിമല ദർശനം നടത്തുന്ന ജീവിതയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ആത്മീയ മൂല്യങ്ങളും സേവനാനുഭവവും കൈമുതലാക്കിയ സമൂഹത്തിനായി നിരന്തരം പ്രവർത്തിക്കുന്ന രാജേഷ് ഗുരുസ്വാമി, നാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച സംസ്ഥാന കലാകായിക മത്സരങ്ങളിൽ സ്വർണം നേടിയ ജീവിതാംഗം വിനോദ് കൃഷ്ണൻ, ഷോർട്ട് ഫിലിംസ് സംഗീത സംവിധാന രംഗത്ത് ഷൊർണൂരിൻ്റെ സാന്നിധ്യം അറിയിച്ച ശ്യാം സന്ദർശി വാര്യർ, എവറസ്റ്റ് ബേസ് ക്യാമ്പിലൂടെ എവറസ്റ്റ് കീഴടക്കിയ ഇരട്ടമ്പലം പൂജാരിയായ ശ്രീലൻ MB, സിനിമാ സംഗീതാലാപന രംഗത്ത് ഷൊർണൂരിൻ്റെ സാന്നിധ്യം അറിയിച്ച ശ്രീജ തുളസീധരൻ, പെഹൽഗ്രാമിലെ ഭീകരാക്രമണത്തിനെതിരെ ആദിശങ്കരൻ്റെ കാലടിയിൽ നിന്ന് കാശ്മീരിലെ ലൈൻ ഓഫ് കൺട്രോളിൽ NOC ഉള്ള ശാരദാവരെ, LOC ചരിത്രയാത്രയിൽ പങ്കെടുത്ത വിപിൻ K, ജീവിതയുടെ ഭാഗമായി അനവധി വർഷങ്ങൾ സംഗീതാധ്യാപകനായി പ്രവർത്തിച്ച ദേവദാസ്, ജീവിതയിലെ അധ്യാപകരായ സംഗീതാധ്യാപകൻ ഹരികൃഷ്ണൻ, ആത്മീയ പഠനം സുമ KP,
നൃത്താധ്യാപിക വൈദേഹി, ഡ്രോയിങ് മാഷ് വിനോദ് പാറേക്കളത്തിൽ, ആയോധന കലാധ്യാപകൻ മകേഷ്, കൂടാതെ കർഷക തൊഴിലാളികളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ആദരിച്ചു. കൂടാതെ നാഷണൽ ലെവൽ അബാക്കസ് മത്സരത്തിൽ നിന്ന് ഇന്റർനാഷണൽ ലെവൽ അബാക്കസ് മത്സരത്തിലേക്ക് കുട്ടികളെയും അവരെ പരിശീലിപ്പിച്ച അധ്യാപകരായ ദേവീക്ഷ കെ, രജനി BP എന്നിവരെയും അനുമോദിച്ചു. രാമായണം ക്വിസ് ജേതാക്കളായ ജാനകി, അനാമിക, രാധ എന്നിവരെയും ആദരിച്ചു. NMMSF 2025-26 ജേതാവായ ശ്രീഹരി KM, സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയ അനാമിക, സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഹാൻഡ്ബോൾ മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ പാലക്കാട് ടീം അംഗമായ അബീശ്വര്യ എന്നിവരെയും ആദരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാടാശ്ശേരി ആരബി കലാസമിതി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ബാലവേദി കുട്ടികൾക്കായി അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മെയ് 20 മുതൽ 24 വരെയാണ് ക്യാമ്പ് നടത്തുന്നത്. കഴിഞ്ഞ വർഷവും വളരെ വിജയകരമായി ക്യാമ്പ് നടത്താൻ കഴിഞ്ഞെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാടാശ്ശേരി ആരബി കലാസമിതി ഗ്രന്ഥശാലയിൽ ആരബി ബാലവേദി കുട്ടികൾക്കായാണ് മെയ് 20 മുതൽ 24 വരെ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ കുട്ടികളാണ് പങ്കെടുക്കുക. മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, ശാസ്ത്രം പരിശീലനങ്ങൾ, ചെസ്, മൊബൈൽ ദുരുപയോഗം, നാടൻപാട്ടുകൾ, പുസ്തക വായന, വായനക്കളരി തുടങ്ങി കളിയും കാര്യവുമായി നടത്തുന്ന ക്യാമ്പിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 കുട്ടികൾക്കാണ് അവസരം. പേര്, ക്ലാസ്, ഫോൺ നമ്പർ, അഡ്രസ്സ് എന്നിവ സഹിതം രജിസ്റ്റർ ചെയ്യണം. 20-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 8 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുക. കഴിഞ്ഞ വർഷവും വിജയകരമായി ക്യാമ്പ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞെന്ന് ഹരിദാസൻ മാസ്റ്റർ പറഞ്ഞു. അറബി കലാസമിതി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ വർഷം വളരെ വിജയകരമായി നടപ്പാക്കിയ അവധിക്കാല ക്യാമ്പ്, ബാലവേദിയുടെ അവധിക്കാല ക്യാമ്പ് ഇത്തവണയും 20-5-2026 മുതൽ 24-5-2026 വരെ 5 ദിവസങ്ങളിലായിട്ട് അറബിയിൽ നടത്തപ്പെടുകയാണ്. കല, സാഹിത്യം, അതേമാതിരി വിവിധ വിഷയങ്ങൾ, മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, ശാസ്ത്രം, വിവിധ കളികൾ, വിവിധ കാര്യഗൗരവമുള്ള കാര്യങ്ങൾ, മൊബൈൽ തെഫ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇങ്ങനെ വിവിധ വിഷയങ്ങളിലായിട്ട് 5 ദിവസങ്ങളിലായി വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെ നടക്കുന്ന ക്യാമ്പിൽ ഉദ്ഘാടനം 20-5-2026 വൈകിട്ട് 4 മണിക്ക് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PP വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പ്രസിദ്ധ സാഹിത്യകാരൻ ശ്രീ ആര്യൻ കണ്ണന്നൂർ പങ്കെടുക്കുന്നതാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെയും പഞ്ചായത്തിൻ്റെയും വിവിധ മെമ്പർമാരുടെ എല്ലാവരുടെയും സാന്നിധ്യം ഈ ക്യാമ്പിൽ ഉടനീളം എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ്. വിവിധ വിഷയങ്ങളായി നടക്കുന്ന ക്യാമ്പിൽ ആദ്യ ദിനത്തിൽ അക്ഷരച്ചപ്പ് എന്ന പേരോടുകൂടി മലയാളം ക്ലാസ്സിന്
തുടക്കമാകുമെന്ന് രമേശ് പറഞ്ഞു. 5 ദിവസമായി സംഘടിപ്പിക്കുന്ന ഈ ക്യാമ്പിൽ വായനക്കാരിൽ ഉൾപ്പെടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്യാമ്പ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആദ്യ ദിവസം മലയാള ക്ലാസ്സിന് പ്രസക്തി നൽകിക്കൊണ്ട് അക്ഷരച്ചെപ്പ് എന്ന ഒരു ക്ലാസ്സാണ് അത് നയിക്കുന്നത് മനോഹർ മാസ്റ്ററാണ്. രണ്ടാമത്തെ ദിവസമായ 21-ാം തീയതി വ്യാഴാഴ്ച ഇംഗ്ലീഷ് അടിസ്ഥാനമാക്കിയുള്ള റീഡേഴ്സ് തിയേറ്റർ, ഒരു ഇംഗ്ലീഷിൻ്റെ തിയേറ്റർ വർക്ക്ഷോപ്പ് ക്ലാസ്സാണ്. ആ ക്ലാസ് നയിക്കുന്ന സംഗീത ടീച്ചറും ദീപ ടീച്ചറും കൂടിയാണ്. മൂന്നാമത്തെ ദിവസം വെള്ളിയാഴ്ച 22/5/26 ശാസ്ത്ര കൗതുകം, സയൻസിനെ അടിസ്ഥാനമാക്കിയുള്ള ലഘു പരീക്ഷണങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ള വളരെ കുട്ടികൾക്ക് ആസ്വാദ്യകരമായും അല്ലെങ്കിൽ വളരെ കൗതുകവും താല്പര്യവും ഉളവാക്കുന്ന ഒരു ശില്പശാലയാണ്. 4-ാം ദിവസമായ ശനിയാഴ്ച നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഗണിതശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ലളിതം എന്നുള്ള ഒരു ക്ലാസ്സാണ്. അത് നയിക്കുന്ന പ്രവീൺ മാസ്റ്ററാണ്. ന്യൂസ് സെന്റർ ഷൊർണൂർ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച കേരള യാത്രയിൽ ആലപ്പുഴയിൽ വെച്ചുണ്ടായ പ്രതിഷേധത്തെ അടിച്ചമർത്തുകയും കേസ് കോടതിയിൽ എത്തിയപ്പോൾ കോടതി അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അന്നത്തെ സർക്കാർ രക്ഷാപ്രവർത്തനമാണ് നടന്നതെന്ന തരത്തിൽ കേസ് പരിഗണിച്ചതുമില്ല. വി ഡി സതീശൻ്റെ ആഭ്യന്തര മന്ത്രിസഭാ യോഗത്തിൽ തന്നെ കേസ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകൻ പ്രതികൾ ആകുമോ? മാറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. കോടതി പുനരന്വേഷണം നടത്താമെന്ന് തെളിവില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അത് മാറ്റിവെച്ചത്. പക്ഷെ പിന്നെയും ഇവർ അതിൻ്റെ റേഡിയോ ക്ലിപ്പ് കൊടുത്തു എന്നും പറഞ്ഞിട്ടാണ് കോടതി അന്വേഷിക്കാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ അവർ ഒന്ന് കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിലിപ്പോൾ ഒരിക്കലും ഉദ്യോഗസ്ഥന്മാരെ പ്രതികളാക്കാൻ കഴിയില്ല. കാരണം അവർ സാധാ പോലീസുകാരല്ല, മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് നേരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേരെയോ അതിക്രമിച്ച് കയറാൻ തുടങ്ങിയപ്പോഴാണ് അവർ അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചത്. അല്ലാതെ ഒരു ലാത്തി ചാർജിൻ്റെ ഇതിലല്ലല്ലോ അവിടെ പോലീസുകാർ ഇതായിരിക്കുന്നത്. അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഏത് VIP ആണോ ആ VIPനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആ പോലീസുകാരുടെ ചുമതല. അത്രയാണ് അവർ ചെയ്തുള്ളൂ. ഇനി കേസ് പ്രതികളാവുമോ ഇല്ല എന്നുള്ളത് കേസ് അന്വേഷണം നടക്കട്ടെ. കേസ് അന്വേഷിച്ചാലല്ലേ എൻ്റെ ഒരു ഇത് വയ്ക്കുള്ളൂ. പുതിയ ഗവൺമെൻറ്റിൻ്റെ ഒരു ബന്ധപ്പാടാണ് ഇപ്പോൾ അന്വേഷണം തുടരണം എന്നുള്ള എൻ്റെ ഒരു ഇത് പുതിയ മുഖ്യമന്ത്രിയുടെ ഒരു താല്പര്യമാണ് എന്നാണ് അന്ന് മനസ്സിലായത്. കേരള സംസ്ഥാനം രൂപപ്പെട്ടതിന് ശേഷം മുഖ്യമന്ത്രി EMS ആണ് ആദ്യം മുഖ്യമന്ത്രി. EMS മുഖ്യമന്ത്രിയായ കാലം മുതൽ തന്നെ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പറയുകയാണ് വേണ്ടെന്ന് പറഞ്ഞാലും ആ ഡിപ്പാർട്ട്മെൻറ്റിന് അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ കൂടെ ഗൺമാന്മാരും അതുപോലെ സെക്യൂരിറ്റിക്കാരൊക്കെ ഉണ്ടാവുക. അതിനെതിരായിക്കൊണ്ട് പ്രകടനങ്ങളും പുതിയ പ്രകടനങ്ങളും വണ്ടിയുടെ മുമ്പിലേക്ക് എടുത്ത് ചാടാൻ പോകുന്ന സംഭവങ്ങളുണ്ടായാൽ അതിനെതിരെ കൂടെയുള്ള ഗൺമാന്മാർ കാണാൻ വേണ്ടിയിട്ട് വെറുതെ കൊണ്ടുനടക്കണമല്ല, അവർ പ്രതികരിക്കും. ആ പ്രതികരണം ഇതിനു മുമ്പും നൂറുകണക്കിന് പ്രാവശ്യം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ ഒരു അധികാരം കിട്ടിയപ്പോൾ ഞങ്ങൾ വെറുതെ ഇരിക്കും, ഞങ്ങളത് പിന്നെ ഇപ്പം ചെയ്യാന്ന് വെച്ചാൽ ഇവർക്കും ഗൺമാന്മാരും വേണ്ട അധികാരം പിന്നെ ഇവർക്ക് സംരക്ഷണം വേണ്ടെങ്കിൽ അത് തെരുവിലത് അവരനുഭവിച്ചോളും. അവർക്ക് നേരിട്ട് അനുഭവം വരുമ്പോഴാണ് ഈ ഗൺമാന്മാരുടെ ആവശ്യം എന്താണ് അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ ആവശ്യം എന്താണെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണം കിട്ടിയതിൻ്റെ മുമ്പിൽ പലതും പറയും. അത് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അത്ര അഹങ്കാരം മൂത്തൊരു നേതാവാണ്. അയാൾ അതിനേക്കാളും മോശമായ രീതിയിൽ അയാൾ സംസാരിക്കും. അടിയന്തരകാലത്തെ കാലത്തൊക്കെ എന്തൊക്കെ ഈ രാജ്യം സംഭവിച്ചിട്ടുള്ളത് ഓരോ ഭരണകൂടത്തിനെ എടുത്ത് പരിശോധിച്ച് MP രാഘവൻ ഭരിക്കുമ്പോൾ എന്തായിരുന്നു അന്ന് 4-5 സഖാക്കളെ വെടിവെച്ച് വന്നില്ലേ? ഇതൊക്കെ ഈ കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് അവരെയൊക്കെ ഈ പേര് നടപടിയെടുക്കുമെന്ന് പറഞ്ഞാൽ നടക്കട്ടെ. അപ്പോൾ കാണാമല്ലോ ഇനി എന്താണ് നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോണത്, കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർട്ടി ഫോറത്തിൽ അംഗങ്ങൾക്ക് നേതൃത്വത്തിനെതിരെ വിമർശിക്കാമെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെ പരസ്യ പ്രതികരണം അനുവദിക്കില്ലെന്നും
CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി. തോൽവിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങൾക്ക് ജില്ലാ സെക്രട്ടറിയുടെ മറുപടി. ജില്ലാ കമ്മിറ്റിയിൽ പൊട്ടിത്തെറി എന്ന രൂപത്തിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും EN സുരേഷ് ബാബു. മുഖ്യമന്ത്രി EK നായനാരുടെ സ്മരണ ഉയർത്തിയ നാട്. EK നായനാർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ആശയും ആവേശവുമായിരുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വിദ്യാർത്ഥിയായിരിക്കെ സ്വാതന്ത്ര്യ സമരത്തിനിറങ്ങിയ നായനാർ മരണം വരെ പോരാളിയായിരുന്നുവെന്നും CPM ജില്ലാ സെക്രട്ടറി. ജാതി അധിക്ഷേപം നടത്തുന്നത് പൊതുജന മധ്യത്തിലാണെങ്കിൽ മാത്രമേ SC/ST വിഭാഗക്കാർക്കെതിരായ അതിക്രമം തടയാൻ നിയമപ്രകാരം കേസെടുക്കാനാകൂ എന്ന സുപ്രീം കോടതിയുടെ പുതിയ വിധി അത്യന്തം ആശങ്കാജനകമാണെന്ന് പട്ടികജാതി ക്ഷേമ സമിതി. സാക്ഷികൾ ഒന്നുമില്ലാത്ത സ്വകാര്യ ഇടത്താണ് അധിക്ഷേപമെങ്കിൽ കേസെടുക്കാനാകില്ലെന്ന ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്രയുടെയും NV അൻഗോരിയും ഉൾപ്പെടെ സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരണമെന്നും PKS. അതിജീവിതയെ റിസോർട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സ്വർണം കവർന്ന കേസിൽ കവർച്ച മോഷണമാക്കി നിരവധി ക്രിമിനൽ കേസിൽ പിടിയിലായ കുട്ടിച്ചാത്തൻ ഫിജോ റിമാൻഡിൽ. കുട്ടിച്ചാത്തൻ ഫിജോയെ അറസ്റ്റ് ചെയ്ത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. ഷൊർണൂർ ഗുരുവായൂരപ്പൻ നഗറിൽ അടച്ചിട്ട വീടിന്റെ പൂട്ട് തകർത്ത് പണവും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും മോഷ്ടിച്ച കേസിലെ പ്രധാന പ്രതി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് കോയമ്പത്തൂർ മേട്ടുപാളയം സ്വദേശി നടരാജൻ. സംഭവത്തിൽ 3 പേർ നേരത്തെ പിടിയിലായിരുന്നു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. കോയമ്പത്തൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുകയായിരുന്ന കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചറിൽ നിന്നാണ് 14 കിലോ കഞ്ചാവ് പിടികൂടിയത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലും കഞ്ചാവ് വേട്ട. എക്സൈസ് കോഡും പാലക്കാട് RPFും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 1.5 ലക്ഷം രൂപ വില വരുന്ന 2.2 കിലോ കഞ്ചാവ് പിടികൂടി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.